പോയി നോക്കിയിട്ട് അങ്ങനെ വരും, എന്നിട്ട് ഇങ്ങനെ പോകും. ഇരുട്ടാകുമ്പോഴേക്ക് കടലിൽ പോയിട്ട് വരും. അല്ല എണ്ണല്ലേ ഇതില് 2 ഘട്ടം. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മിന്നൂസ് വ്ലോഗ്സ്. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് കവ ഐലൻഡിലേക്കാണ്. പാലക്കാടിൻ്റെ ബ്യൂട്ടി. നമ്മളിപ്പോൾ പാലക്കാട് മലമ്പുഴ ഡാമിനടുത്തുള്ള കവയിലേക്ക് പോകാനുള്ള പ്ലാനാണ്. ആക്ച്വലി മലമ്പുഴ ഡാമിലേക്കും കൂടെ കയറണം എന്ന് വിചാരിച്ചതാണ്. പക്ഷേ അവിടെ പാർക്ക് അടച്ചിട്ടിരിക്കുമായിരുന്നു. ഡാം മാത്രമേ തുറന്നിട്ടുണ്ടായിരുന്നുള്ളൂ. അവിടെ റിനോവേഷൻ പരിപാടി നടക്കുമായിരുന്നു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, നേരെ കവ തന്നെ പിടിച്ചു. അതിൻ്റെ ഇടയ്ക്ക് മലമ്പുഴ ഡാമിനടുത്തുള്ള സ്നേക്ക് പാർക്കിലേക്കും കൂടി ഒന്ന് കയറി. അപ്പോൾ സ്നേക്ക് പാർക്കിലെ വിശേഷങ്ങൾ ആദ്യം കണ്ടാലോ? അങ്ങനെ നമ്മൾ മലമ്പുഴയിൽ എത്തി നിൽക്കുമ്പോൾ എന്താണ് നിനക്ക് പറയാനുള്ളത്? ഉള്ളിൽ കയറിയിട്ട് കാണാം ഗൈസ്. പാമ്പ് പുനരധിവാസ കേന്ദ്രം അവിടെ എഴുതി വെച്ചിട്ടൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ കയറുന്നതിന് മുന്നേ നമ്മൾ പൈനാപ്പിൾ കണ്ടപ്പോൾ ഇച്ചിരി പൈനാപ്പിൾ വാങ്ങാമെന്ന് വെച്ചു. അങ്ങനെ ഒരു കപ്പ് പൈനാപ്പിളും വാങ്ങി നമ്മൾ നേരെ റീഹാബിലിറ്റേഷൻ സെൻറ്ററിലേക്ക് പോവുകയാണ്, സ്നേക്ക് പാർക്ക്. അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ നമുക്ക് എൻട്രി ഫീസ് വരുന്നത് അഡൾട്ട്സിന് 25, ചൈൽഡിന് 15 രൂപയാണ്. അങ്ങനെ അതിൻ്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ അവിടെ കുറേ എഴുതി വെച്ചിട്ടൊക്കെ ഉണ്ട്. നമ്മളത് കാര്യമായിട്ട് വായിക്കാനൊന്നും പോയില്ല. നിങ്ങൾക്ക് വായിക്കണേ പോസ് ചെയ്ത് വായിക്കാവുന്നതാണ് കേട്ടോ. ഓരോ പാമ്പിനും അതിൻ്റേതായ പ്രൈവസി മാനിച്ച് അവർ ഓരോന്നിനും ഓരോ വീടുണ്ടാക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അവരവരുടെ വീട്ടിലാണ് അവരവർ കഴിയുന്നത്. ചെക്കണ്ണം പാമ്പ് ഇതൊക്കെ ആദ്യമായിട്ട് കേട്ടോ. ഞങ്ങളുടെ കൂടെ തന്നെ വേറൊരു ഫാമിലി കയറിയായിരുന്നു. അവർ പറയുന്നതൊന്നും മനസ്സിലാവുന്നില്ല, എന്നാലും ഞാൻ ജസ്റ്റ് വീഡിയോയിലൊന്ന് ആഡ് ഓൺ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഐഷോ ഞാനും കൂടി പാമ്പിൻ്റെ സൈസും ഘടനയും എല്ലാം നോക്കിക്കൊണ്ട് അടുത്ത പാമ്പുകളിലേക്കായിട്ട് ചലിക്കുവാണ്. ഇവിടെ ഒരു കൂട്ടം പാമ്പിനെ ഒന്നിച്ചിട്ടിരിക്കുകയാണ് കേട്ടോ. ആ മരത്തിൻ്റെ ഉള്ളിലേക്ക് സൂക്ഷിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് പാമ്പുകളെ ഓരോന്നോരോന്നായിട്ട് കാണാവുന്നതാണ്. മരത്തിൻ്റെയും പാമ്പിൻ്റെയും കളറ് സെയിം ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ചെറിയ കൺഫ്യൂഷൻ ഉണ്ടാവും. എന്നാലും കുഴപ്പമില്ല. ഇനി നമുക്ക് അടുത്തതിലേക്ക് കിടക്കാം. ഈ കാണുന്നത് നമ്മുടെ മുതലക്കുട്ടനാണ്. ഇതാണ്ടോ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷെ ഞങ്ങൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് കണ്ടുപിടിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടിട്ടോ. മലമ്പാമ്പ് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്, മരച്ചിലകളിൽ നോക്കുക, വാച്ച് ട്രീ ബ്രാഞ്ച്. അങ്ങനെ ആ കാണുന്ന പെരുമ്പാമ്പ് കണ്ടോ. ഈ കാണുന്നത് നിങ്ങൾ വിചാരിക്കും കല്ലാണെന്ന്. എന്നാൽ കല്ലല്ല കേട്ടോ, അത് ആമകളാണ്. സൂക്ഷിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഒരു കൂട്ടം കല്ല് എന്നാണ് ഞാൻ ആദ്യം വിചാരിച്ചത്. പിന്നെയാണ് മനസ്സിലായത് ഇത് ആമയാണെന്ന്. ഈ കാണുന്നത് VIP അല്ല, VVIP ആണ്. AC ഒക്കെ ഉണ്ട് കേട്ടോ റൂമിൽ. ഇതാണ് നമ്മുടെ കിങ് കോബ്ര, രാജവെമ്പാല. അവിടെ അതിൻ്റെ സവിശേഷതകൾ എഴുതി വെച്ചിട്ടുണ്ട്. ലോകത്തിൽ തന്നെ ഏറ്റവും നീളം കൂടിയ പാമ്പ്. അതുമാത്രമല്ല, ഇത് കടിച്ചിട്ടുണ്ടെങ്കിൽ അഥവാ കടിച്ചെങ്കിൽ അതിൻ്റെ വിഷം മാറ്റാനുള്ള മരുന്ന് തായ്ലൻഡിൽ മാത്രമേ കിട്ടുള്ളൂ. പാമ്പിനെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഇനി അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോവുക. സ്നേക്ക് പാർക്കിൽ നിന്ന് ഇറങ്ങിയതും അതിൻ്റെ തൊട്ടടുത്തുള്ള കടയിൽ കോൺ കണ്ടപ്പോൾ ഐശ്വര്യൊരു ആഗ്രഹം. അപ്പം നമ്മളങ്ങനെ സ്വീറ്റ് കോൺ വാങ്ങിയിട്ടോ. ഫസ്റ്റ് ടൈമാണ് ഞാനും കഴിക്കുന്നത്. അടിപൊളിയായിരുന്നു മച്ചാൻ. നല്ല കട്ടയുണ്ട്. നമ്മളൊരു 40-45 റേഞ്ചിലായിട്ട് ഓടിച്ചു പോവുകയാണ്. അവിടെ അടുത്തായിട്ട് തന്നെ നല്ല പാർക്കുകളൊക്കെ കാണാൻ പറ്റൂട്ടോ. അത് കൂടാതെ ഹോം സ്റ്റേയ്സും. നമ്മൾ ഇനി പോകുന്നതാണ് നമ്മുടെ മെയിൻ ഹൈലൈറ്റ് സ്പോട്ട് കവ. കവയിലേക്ക് പോകുന്ന വഴിക്ക് കുറേ ഹോം സ്റ്റേയ്സ് നിങ്ങൾക്ക് കാണാവുന്നതാണ് കേട്ടോ. പഴംപൊരിയും ബീഫും കഴിക്കാൻ പോവാണ് ഗൈസ്. നമ്മളങ്ങനെ പഴംപൊരിയും ബീഫും കഴിക്കാൻ പറ്റും. ഐഷു നോക്കൂ. അങ്ങനെ ഞാനും ഐഷും കൂടിയിട്ടാണ് ഇവിടേക്ക് വന്നിരിക്കുന്നത് കേട്ടോ. ഐഷു നോക്ക്. അപ്പോൾ നമുക്ക് എന്തായാലും നമ്മളിപ്പോൾ ഹെൽമെറ്റ് അതാ പോകുന്നു കണ്ടോ ഗായ്സ്. ഒന്നും പറയാനില്ല. നമുക്കിനി അത് അവിടെ പോയിട്ട് സാഹസികമായി അത് അവിടെ നിന്ന് എടുക്കണം. പോയിട്ട് ഇതാ കിടക്കുന്നതാണ് നമ്മുടെ ഹെൽമെറ്റ്. അപ്പം നമുക്കത് പോയിട്ട് എടുക്കണം ഗായ്സ്. പുതിയ ഹെൽമെറ്റ് എടുക്കാൻ പോവാണ് ഗൈസ്. ഇതാ കിടക്കുന്ന ഹെൽമെറ്റ്. ഏയ് ഇറങ്ങിക്ക.
അങ്ങനെ നമ്മൾ ഫസ്റ്റ് അഡ്വഞ്ചർ കഴിഞ്ഞ് ബീഫും പഴംപൊരിയും കഴിക്കാൻ പോവാണ്. ഓക്കെ, അപ്പം എങ്ങനെ, ഇതാണ് നമ്മുടെ അമ്മാസ് ഫുഡ്. അവിടെ ഉണ്ടായിരുന്ന ചേച്ചിമാരുടെ കടയാണ് കേട്ടോ. നല്ല ആംബിയൻസോട് കൂടി ഒന്ന് ഫുഡ് കഴിക്കാൻ പറ്റിയ ബെസ്റ്റ് സ്പോട്ട്. ഇവിടെ തന്നെയാണ് വീട്. ആ ചേച്ചിൻ്റെ വീട് ഉഷ, അല്ല പേര് ഉഷ. കപ്പ. എൻ്റെ മുഖത്തുണ്ടല്ലോ ചെറിയൊരു കുരു വന്നു. അത് കാണുമ്പോൾ മൂക്കുത്തി പോലെ ഉണ്ട്, പക്ഷെ എനിക്കിഷ്ടമായില്ല കേട്ടോ. ഒരു മാതിരി ഒരു ചളപ്പായിട്ടുണ്ട്. അങ്ങനെ കുറച്ച് നേരം ഫോണൊക്കെ നോക്കിയിരുന്ന സമയത്തേക്ക് നമ്മുടെ ബീഫും പഴംപൊരിയും വന്നു. എന്ത് രസമല്ലേ മല കാണാൻ. ഇതാണ് പാലക്കാടിൻ്റെ ഭംഗി. അങ്ങനെ നമ്മൾ കവിയിലേക്ക് ഇറങ്ങാൻ പോവുകയാണ്. കുറേ ആൾക്കാർ വന്നിട്ടുണ്ട് കേട്ടോ. ഈവനിങ് ടൈം ആയതുകൊണ്ടാണോ അതോ വെക്കേഷൻ ടൈം ആയതുകൊണ്ടാണോ എന്താ പറയണ്ടേ, നല്ല ബ്യൂട്ടിഫുൾ പ്ലേസ്. ഈ ഒരു നേച്ചറിൽ ഫാമിലി ആയിട്ടോ ഫ്രണ്ട്സായിട്ടോ കപ്പിൾസിനായാലും നല്ല ബെസ്റ്റ് പ്ലേസാണത്. നമുക്കങ്ങനെ കുറച്ച് നേരം അവിടെ ഇരുന്ന് എൻജോയ് ചെയ്തു. അത് കഴിഞ്ഞ് നമ്മൾ തിരിക്കുവാണ്, ലേറ്റായി. അപ്പോൾ എനിക്കാണെങ്കിൽ തിരുവനന്തപുരം സെൻട്രൽ എക്സ്പ്രസ് പിടിക്കണം. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് 2 ഐസ്ക്രീമും കഴിച്ച് കവയിൽ നിന്ന് തിരിച്ച് ഷൊർണൂരിലേക്ക് വരുവാണ്. ഇച്ചിരി ട്രാഫിക്കൊക്കെ ഉണ്ടായിരുന്നു. ട്രാഫിക്കെല്ലാം താണ്ടി എക്സ്പ്രസ് ഡിലേ ആയതുകൊണ്ട് തന്നെ നമ്മളെന്തായാലും ടൈമിന് അവിടെ എത്തി. ട്രെയിൻ കിട്ടി, പക്ഷേ സീറ്റ് കിട്ടിയില്ല. അങ്ങനെ നമ്മൾ അങ്കമാലി എത്തി. ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.